ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടേണ്ടി വരുന്ന സിറ്റുവേഷൻ എപ്പോഴാണെന്നറിയോ? ഒരു മനുഷ്യന്റെ പിന്നാലെ അയാളുടെ സ്നേഹത്തിന് വേണ്ടി നമ്മളിങ്ങനെ കെഞ്ചി കെഞ്ചി നടക്കേണ്ടി വരുമ്പോൾ. മനുഷ്യരെ ചിലപ്പോൾ പണത്തിന് വേണ്ടി യാചിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ജീവിതത്തിൽ ഉണ്ടായേക്കാം, ഭക്ഷണത്തിന് വേണ്ടി യാചിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായേക്കാം. അതിലൊന്നും യാതൊരു അപമാനം തോന്നേണ്ട കാര്യമില്ല. കാരണം മനുഷ്യന്റെ ജീവിതമാണ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ മാറി മറിഞ്ഞു പോവാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ പണവും ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യമൊന്നും എല്ലായ്പ്പോഴും എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ സ്നേഹം അങ്ങനെയല്ല. എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു സത്തയാണ് സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ, നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ പിന്നാലെ ഇങ്ങനെ എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരില്ല. അങ്ങനെ നടക്കാൻ കഴിയില്ല നമുക്ക്. അപ്പൊ ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് നമുക്ക് നമ്മളോടൊരു സ്നേഹം ഇല്ലാത്തതുകൊണ്ടാ, നമുക്ക് നമ്മളെ തന്നെ വിലയില്ലാത്തത് കൊണ്ടാ, അല്ലേ? നമ്മളെ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ, നമ്മളെ റിലേഷൻഷിപ്പിന് വാല്യൂ തരുന്ന ഒരാളാണെങ്കിൽ, നമ്മളുടെ സമയത്തിന് വില കൽപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അവര് നമ്മളിലേക്ക് തിരിച്ചു വന്നോളും. ചിലപ്പോൾ ചെറിയ പിണക്കങ്ങളും ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അകന്ന് മാറി നിന്നാലും അവർക്ക് നമ്മളില്ലാതെ പറ്റില്ല. അവർ തിരിച്ചു വരും. നമ്മൾ എത്ര പിന്നാലെ നടന്നിട്ടും വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞിട്ട് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക, മെസ്സേജ് അയച്ചിട്ട് വീണ്ടും റിപ്ലൈ ഒന്നും ഇല്ലാതെ വീണ്ടും അതേ മെസ്സേജിനെ വീണ്ടും അയച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് ഒരിക്കലും അയാൾ നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അയാൾ കൂടുതൽ കൂടുതൽ അകന്നു പോവാനാണ് സാധ്യത. അതവിടെ നിർത്തിയേക്കണം. അയാളെ പാട്ടിന് വിട്ടേക്കണം. പോട്ടെ, നമ്മളെ ഇഷ്ടമില്ലാത്ത ആള്, നമ്മളുടെ സമയത്തിനും നമ്മളുടെ സ്നേഹത്തിനും വില കൽപ്പിക്കാത്ത ഒരാൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ആവശ്യമില്ല. അയാൾ പോയിക്കോട്ടെ. നമ്മളെ ചുറ്റും ഒരുപാട് മനുഷ്യർ ഇനിയുണ്ട്. ഒരു മനുഷ്യനിൽ ലോകം അവസാനിക്കുന്നില്ല. ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മളെ കുടുംബത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മളെ ഒരു നോട്ടത്തിന് വേണ്ടി, നമ്മളുടെ ഒരു സ്നേഹത്തിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന എത്ര മനുഷ്യരുണ്ടായിരിക്കും. അവരിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കണം. അതിനോടൊപ്പം അവനവനെ സ്നേഹിച്ചു തുടങ്ങണം. നമ്മളിലേക്ക് കുറച്ചുകൂടെ വാല്യൂസ് ആഡ് ചെയ്യണം. അപ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും, മറ്റുള്ള ആളുകൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും, നമ്മളെ ജീവിതത്തിൽ കുറച്ച് കളറൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.